നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2026 കടന്നിരിക്കുകയാണ്. 2026 സമ്പത്ത് അഥവാ വെൽത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിൽ പലർക്കുമുള്ള ഒരു ഡൗട്ട് ഞാൻ പറയാം. പണം എങ്ങനെ വളർത്താം? ട്രേഡിംഗ് കൊണ്ടോ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടോ വെൽത്ത് എങ്ങനെ നമുക്ക് ഉയർത്താൻ കഴിയും, അല്ലെങ്കിൽ വെൽത്ത് അഥവാ സമ്പത്ത് എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് വളർത്താൻ കഴിയും എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് 2026 എങ്ങനെ നമ്മുടെ സമ്പത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ബിൽഡ് ചെയ്യാം എന്ന് വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ടതുപോലെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക എന്നത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുക. നമുക്ക് മാസ ശമ്പളമായി എത്ര ചെറുതോ വലുതോ ആയ പൈസ കിട്ടിക്കോട്ടെ, പക്ഷേ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏണിങ്സിനനുസരിച്ചുള്ള ഒരു എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക എന്നത് തന്നെയാണ്. ഇതിനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റൂൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. 50-30-20 എന്ന റൂൾ ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. 2000-കളിലാണ് ഈ 50-30-20 റൂൾ കൂടുതലായി പ്രചാരത്തിൽ വരുന്നത്. US-ലെ എലിസബത്ത് വാരനും അവരുടെ മകൾ അമേലിയ വാരൻ ത്യാഗിയുമാണ് ഈ ഒരു റൂളിന് പിന്നിൽ. വളരെ പ്രധാനപ്പെട്ട ഈ റൂളിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പറയാം. 50% നമ്മുടെ നീഡ്സിനായിട്ട് നമ്മൾ മാറ്റിവെക്കണം. അതായത് ഫുഡ്, ഇലക്ട്രിസിറ്റി, കുട്ടികളുടെ സ്കൂൾ ഫീസ്, റെൻറ്റ്, EMI തുടങ്ങിയവയൊക്കെ ആയിട്ടാണ് 50% നമ്മൾ മാറ്റിവെക്കേണ്ടത്. പിന്നെ നമ്മുടെ വാൺസിനായിട്ട്, അതായത് പുറത്തു പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനും ഷോപ്പിങ്ങിനായിട്ടും എൻ്റർടൈൻമെൻറ്റിനായിട്ടും യാത്രകൾക്കായിട്ടുമൊക്കെ 30% നമ്മൾ മാറ്റിവെക്കേണ്ടത്. ഇനി സേവിങ്സ് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയ്ക്കൊക്കെ ആയിട്ട്, അതായത് SIPകൾ, RD, മ്യൂച്വൽ ഫണ്ടുകൾ, ബാങ്ക് ഡെപ്പോസിറ്റുകൾ, എമർജൻസി ഫണ്ടുകൾ എന്നിവയ്ക്കൊക്കെ ആയിട്ട് 20% മാറ്റിവെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചിലവ് കുറയ്ക്കുക, സേവിങ്സ് വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത് എമർജൻസി ഫണ്ട് നമ്മൾ കാണണം എന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തേക്ക് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം അൺപ്രഡിക്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കൊരു നമ്മുടെ ജോബ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി നമുക്ക് വന്നു, മെഡിക്കൽ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇനി അതുമല്ല, മാർക്കറ്റ് വളരെയേറെ വോളറ്റൈലാണ്. നമ്മുടെ പൈസയൊക്കെ നിക്ഷേപിച്ച് മാർക്കറ്റ് വളരെയധികം ക്രാഷായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് ക്യാഷ്, എമർജൻസി ഫണ്ട് ആവശ്യമായിട്ട് വരും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് ലിക്വിഡ് പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കൂടാതെ FD ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കിൽ സേവിങ്സ് ആയിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഉപകാരപ്രദമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് പ്ലാനുകളാണ്. ഈ 2026 നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ലോങ് ടേമിലേക്കുള്ള ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഷോർട്ട് ടേമിലേക്കും മീഡിയം ടേമിലേക്കുമുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ 2026 ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വലിയ കമ്പനികളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ നല്ല പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഈ സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് പ്ലാനിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് SIPകൾ അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ആരംഭിക്കുക എന്നതാണ്. ഇത്തരത്തിലുള്ള SIPകൾ നമ്മൾ ആരംഭിക്കേണ്ടത് ഒരുപക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ Nifty 50 ഇൻഡെക്സ് ഫണ്ടുകളിൽ നമുക്ക് ചെയ്യാം. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ, ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകൾ എന്നിവയിലൊക്കെ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് SIP ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്താനും ഒരു NISM സർട്ടിഫൈഡ് ആൻഡ് ARN രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനായി തൊട്ട് മുകളിലെ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ടിപ്സോ അല്ലെങ്കിൽ റൂമേഴ്സോ അങ്ങനത്തെ ഒന്നും കേട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ മാത്രം നിങ്ങൾ മുഖവിലേക്ക് എടുക്കുക. കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, കൂടാതെ കൺസിസ്റ്റൻസ് ഏർണിങ്സ് ഗ്രോത്ത്, സെക്ടർ ലീഡർ തുടങ്ങിയതായിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ പ്രത്യേകം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എന്തായാലും അത്തരത്തിൽ നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്തൊരു പോയിന്റായിട്ട് പറയാനുള്ളത്
ഇനിയിപ്പോൾ നമ്മൾ സ്റ്റോക്കുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ടുള്ള ഒരു പൊസിഷൻ സൈസിങ് കൂടാതെ ഓവർ ട്രേഡിങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ട്രേഡ് നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. 2026 നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണിത്. സിംഗിൾ ഇൻകം മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ കൂടുതലായിട്ടുള്ള വരുമാന സ്രോതസ്സുകളിലേക്ക് നമ്മളെ തന്നെ ചെന്ന് കൊണ്ടെത്തിക്കാൻ നോക്കുക. അതായത് നിങ്ങൾക്കൊരു ജോലിയുണ്ട്, അതിന് സൈഡായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ജോലി കൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് ഒരു അഡീഷണൽ ഇൻകം സോഴ്സാണ്. ഇനി അത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് അത് ഡിവിഡൻ്റ് ആയിട്ട് ഇൻകം വർഷം തോറും കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സാണ്. അതായത് നമ്മുടെ സേവിങ്സ് ഒക്കെ വളരുന്നതിനൊപ്പം തന്നെ നമ്മുടെ എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇൻകം അഥവാ നമ്മുടെ വരുമാനം കൂടി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ആറാമത്തെയും ഏറ്റവും അവസാനത്തെയുമായിട്ടുള്ള പോയിന്റാണ് അസറ്റ് അലോക്കേഷൻ എന്നത്. നമ്മൾ അസറ്റ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ 50 മുതൽ 60% വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകൾ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഒരു ലോങ് ടേം എന്നുള്ള കൺസെപ്റ്റിൽ മാത്രം അത് എടുക്കുക. ഇനി 20 മുതൽ 30% വരെ നമുക്ക് ബാങ്ക് എഫ് ഡികളിലായിട്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുകളിലായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ബാങ്ക് എഫ് ഡി, ആർ ഡികൾ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയിൽ നമുക്ക് നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും. ഇനി ഗോൾഡൊക്കെ നമുക്കറിയാം എല്ലാ വർഷവും നല്ല റിട്ടേണുകൾ തരുന്നതാണ്. ഗോൾഡ് അതുപോലെ സിൽവറൊക്കെ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ നമുക്ക് 5 മുതൽ 10% വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്യാഷായിട്ട് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഫണ്ടുകളായിട്ട് 5 മുതൽ 10% വരെയും നമുക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് തോന്നിയത്. ഇനി എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ വെൽത്ത് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് ഉണ്ടാക്കാൻ ഒരുപാട് പണത്തിൻ്റെ ആവശ്യമില്ല. വലിയ ക്യാപിറ്റലൊന്നും അതിനായിട്ട് ആവശ്യമില്ല. വലിയ ക്യാപിറ്റൽ ഉള്ളവർക്ക് അവർക്കത് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്യാം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ചെറിയ വരുമാനമാണെങ്കിലും ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ചെറിയ സേവിങ്സ് ആണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിലും അത് ഡിസിപ്ലിനായിട്ട്, പേഷ്യൻസ് ആയിട്ട്, നല്ല റൈറ്റ് ഹാബിറ്റ്സോടുകൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലേക്ക് വളരെയേറെ ഗുണപ്രദമാകും എന്നതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ രാവിലെ നമുക്ക് വീണ്ടും പ്രീ മാർക്കറ്റ് വീഡിയോയുമായി കാണാം. ഏവർക്കും നന്ദി.